നോൺഗിരി ബ്ലോഗ്സിന്റെ പുതിയൊരു ഇന്റർവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ചവറയിലെ ഒരു ഗായകനായിട്ടുള്ള കലാകാരനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ജോൺസൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അല്ലെ, ജോൺസൺ എന്നുള്ളത്. അപ്പൊ ഞാന് ചേട്ടൻ നമ്മുടെ കസ്റ്റമർ ആണെങ്കിൽ പോലും ഞാനറിയുന്ന ചേട്ടന്റെ ടാലന്റ് സോഷ്യൽ മീഡിയയിൽ ഒരു ONV അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേട്ടനൊരു ഗാനം അവിടെ ആലപിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അന്ന് വൈറലായി. അങ്ങനെയാണ് ജോൺസൺ ചേട്ടൻ ഗാനം അല്ലെങ്കിൽ പാട്ട് പാടും എന്നുള്ളത് നമ്മൾ അറിയുന്നത്. അപ്പൊ ജോൺസൺ ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എവിടാണ് വീട്? എവിടാണ്? ചവറ എവിടാണ്? ഒറ്റങ്ങളാണെങ്കിൽ പഠിക്കാം. എത്ര വർഷമായിട്ട് ഗാനങ്ങളൊക്കെ പാടുന്നുണ്ട്, പാട്ടുകളൊക്കെ പാടുന്നുണ്ട്? ഗാനങ്ങളൊക്കെ ഒരുപാട് നല്ലോണം പാടുന്നുണ്ട്. പാടുന്നുണ്ട്. പിന്നെ ഇപ്പം വയ്യാത്തോണ്ട് നമ്മള് പോകുന്നില്ല പാടാനായിട്ട്. ശാരീരിക പരിമിതി ശാരീരിക ഉള്ളതുകൊണ്ടാണ് ചേട്ടൻ മെയിനായിട്ട് ആ മേഖലയുമായിട്ട് പോകാത്തത്. അപ്പൊ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗാനങ്ങളൊക്കെ ഗാനമേളയ്ക്കൊക്കെ പാടിയിട്ടുണ്ട്. ഏതൊക്കെ അമ്പലങ്ങളിലൊക്കെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്? പുത്തൻകുല അമ്പലത്തിൽ പാടിയിട്ടുണ്ട്. കണ്ടൂര്, കൊച്ചങ്ങളങ്ങര, മലയാളം അതാണ് അമ്പലത്തിലൊക്കെ പോയി പാടിയിട്ടുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അദ്ദേഹം തുടർന്ന് ആ മേഖലയിലേക്ക് പോകാത്തത്. അദ്ദേഹത്തിന്റെ ഒരു ഞാൻ ആ ONV അനുസ്മരണത്തിലാണ് ആദ്യമായിട്ട് അദ്ദേഹം ഗാനം ആലപിക്കുന്നത് കേൾക്കുന്നത്. ജോൺസൺ ചേട്ടന്റെ ഒരു 4 വരി ഗാനം നമ്മളൊന്ന് കേൾക്കാം. 4 വരി. തീരവും ഇതൊഴിയും പൂങ്കളെ തൂമഞ്ഞ നെഞ്ചിലൊതും മുന്നായി കനവ് തേനോടും സാന്ത്വനമായി ആനന്ദം കാറ്റേ. ഞാന് നമ്മള് സോഷ്യൽ മീഡിയ കേട്ടതിനെക്കാട്ടിൽ വളരെ മനോഹരമായ എന്താ പറയാ, വളരെ മനോഹരമായിട്ടിരിക്കുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു വ്യത്യസ്തമായ വേറെ ഏതൊക്കെ ഗാനങ്ങളാണ്? പഴയ വയലാറിന്റെ പഴയ പാട്ടുകളൊക്കെ. വയലാറിന്റെ, അതായത് നമ്മള് സിനിമാ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഗാനങ്ങളൊക്കെ പുതുതലമുറ ഒന്നോ രണ്ടോ വട്ടം മൂളി മറക്കുമ്പോൾ പഴയകാല ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ മരിക്കാത്ത ഗാനങ്ങളാണ്, അല്ലേ? അതിനൊന്നും മരണമില്ലാത്ത ഗാനങ്ങളാണ് നമ്മള്. അതൊക്കെയാണ് നമ്മൾ വയലാറിന്റെ ഗാനം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ആ ഗാനങ്ങൾ. അത് 2 3 വട്ടം പാടിയാലൊന്നും അത് മാറിപ്പോകുന്ന പാട്ടുകളല്ല. അപ്പൊ വയലാറിന്റെ ഏതെങ്കിലും ഒരു മനോഹരമായ ഗാനം തന്നെ സന്ധ്യമയങ്ങുന്ന നേരം എന്ന് പറയുന്ന പാട്ട്. സന്ധ്യമയങ്ങുന്ന നേരം വളരെ ക്ലാസിക്കൽ, വളരെ ഹിറ്റ് സോങ് ആണ്. സന്ധ്യമയം ഗ്രാമ ചന്ത പിരിയുന്ന നേരം വെന്തൂരേ രാഗബന്ധൂരേ നീ വഴി വന്നു എനിക്കെന്തു നൽകാൻ സന്ധ്യമയും നീരും കാക്കച്ചി കേറും മരത്തണലിൽ പാലറികളോടെ കടത്തു തോണികളിൽ ആളെ കയറ്റും കല്ലൊതുക്കുകളിലൂടെ തനിച്ചു വരും കാരുണ്യമേ എനിക്കുള്ള പ്രതിഫലമാണോ നിന്റെ നാണം നിന്റെ നാണം. സന്ധ്യമയും നേരം ഗ്രാമ ചന്ത പിരിയുന്ന നേരം വെന്തൂരേ രാഗവെന്തൂരേ നീ എന്തിനീ വഴി വന്നു എനിക്കെന്തു നൽകാൻ വന്നു നമ്മളെ പമ്പിലെ ചേട്ടൻ പാട്ട് കേട്ടിട്ട് കൂടിക്കേറി ഒന്നാണ് നമ്മൾ ഇന്റർവ്യൂ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഡിവോഷണൽ ഗാനങ്ങൾ വല്ലതും പാടാറുണ്ട്?
യൂത്ത് ഗാനങ്ങളൊന്നും അങ്ങനെ നല്ലതായിട്ട് പാടിയിട്ടില്ല. കൊള്ളാം, വളരെ മനോഹരമായിരിക്കുന്നു. തവറയില് ഈ അടുത്ത കാലത്താണ് നമ്മൾ അദ്ദേഹത്തിന്റെ ടാലന്റ് ഒക്കെ തിരിച്ചത്. സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിലൊക്കെ ഇതായതാണ്. ചേട്ടൻ ആ മേഖലയിലേക്ക് കൂടുതൽ വേദികൾ കിട്ടുവാണെങ്കിൽ പാടുക. ചേട്ടന് വേദി ഒരുക്കി കൊടുക്കാൻ കഴിയുന്നവര് പ്രോഗ്രാമുകളിലൊക്കെ അത്യാവശ്യം പാടാനുള്ള ശാരീരിക പരിമിതികളൊക്കെ ഉള്ളതാണ്. അവ വേദി ഒരുക്കി കൊടുക്കാൻ ജോൺസൺ എന്നാണ് പേര്. അപ്പൊ അദ്ദേഹം ഒരു നല്ല ഗായകനാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും ജോൺ ഗിരി ബ്ലോഗ്സ് ഉണ്ട്. താങ്ക് യു.